ഞാനിപ്പോൾ ഉള്ളത് ട്രിവാൻഡ്രം വേലി ലിസ് മേക്ക് ഓവർ സ്റ്റുഡിയോയിലാണ്. നമ്മളോടൊപ്പം ഇന്നുള്ളത് നമ്മളുടെ പ്രിയപ്പെട്ട ലിസി ഗ്രേസ് ഫെർണാണ്ടസ്. നമുക്ക് ചേച്ചീനെ വെൽക്കം ചെയ്യാം. ചേച്ചി, വെൽക്കം ടു അവർ ഷോ. ഇന്ന് എന്ത് വെറൈറ്റി ആയിട്ടാണ് ചേച്ചി വന്നിട്ടുള്ളത്? ഇന്ന് നമ്മളൊരു ഹെയർ കട്ടാണ്. ഹെയർ കട്ട് മീൻസ് ഹെയർ കട്ട് അല്ല, ജസ്റ്റ് ഒന്ന് ബാങ്ക്സ് കട്ട് ചെയ്തിടുന്നതാണ്. ഹെയർ ബാങ്ക്സ് കട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അത് ഇടയ്ക്കൊരു ട്രെൻഡ് ആയിരുന്നു, വീണ്ടും അതിപ്പോൾ ട്രെൻഡായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് മോഡലില്ല, അപ്പം ഹെയറിൻ്റെ ഒരു ബാങ്ക് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്കൊന്ന് ട്രൈ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. സോ ഇന്നത്തെ മോഡൽ ഞാനായാൽ വിരോധമുണ്ടോ? ഒരു വിരോധമില്ല. അപ്പം ഞാൻ തന്നെ ഇന്ന് മോഡലാവാം. എങ്ങനെയാണെന്നൊന്ന് പരീക്ഷിക്കാം. അടിപൊളിയായിരിക്കും എന്ന് വിശ്വാസത്തോടെ ഞാൻ ഇരിക്കുവാണ്. ചേച്ചി, ഇതിപ്പം എല്ലാ ഫേസ് ടൈപ്പുകാർക്കും ഇത് സ്യൂട്ട് ആവുമോ ബാങ്ക് കട്ട് ചെയ്തിടുന്നത്? നോർമലി ഇപ്പം എൻ്റെത് ട്രീറ്റഡ് ഹെയറും കൂടെയാണ്. അപ്പോൾ ഈ ട്രീറ്റഡ് ഹെയർ ആയതുകൊണ്ട് കുഴപ്പമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളിത് വന്നിട്ട് ട്രീറ്റഡ് ഹെയർ ആയതുകൊണ്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തിടുമ്പോൾ ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കും. പക്ഷെ ആ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന ഈ ബാങ്കിന് ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് ആ ബാങ്കിന്റെ ഇത് ലുക്ക് വരണമെന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി ഒന്ന് ബെൻഡായി കിടന്നാലേ ശരിയാവുള്ളൂ. അപ്പോൾ അത് ഡെയിലി നമ്മൾ ജസ്റ്റ് ഒന്ന് ഒക്കേഷൻസ് ബാങ്ക്സ് ഇടുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇത് സ്ട്രൈറ്റ്നർ യൂസ് ചെയ്ത് ഒന്ന് കേർവ് പോലെ ഇട്ടാൽ മതി. അതായിരിക്കും അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഫിനിഷ്. അപ്പൊ ഞാൻ അധികം എടുക്കുന്നില്ല, ജസ്റ്റ് ഇപ്പൊ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ, കുറച്ച് ഹെയർ. ഇതിങ്ങനെ ഓവൽ ഷേപ്പ് ഫേസ്, നീണ്ട ഫേസ് അങ്ങനെയൊന്നും ഇല്ല? ഉണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് എങ്ങനെയാണ് നോക്കാം? മോഡലായിട്ട് ഇതില്ലേ? അപ്പൊ നോക്കാം. ഇതിപ്പോ ഡെയിലി നമ്മൾ അയൺ ചെയ്യേണ്ട കാര്യം വരുമോ? ഡെയിലി ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നടുക്ക് വരുമ്പോൾ ഇതാണ് വരുന്നല്ലേ, കളർ പോവല്ലേ? ഹെയറിന്റെ കളർ കുറച്ച് പോവും. ഇതിപ്പം നമ്മളുടെ ഐബ്രോസിന്റെ അതുവരെ വന്ന് നിൽക്കത്തല്ലേ ഉള്ളൂ, കണ്ണില് വീണ് കിടക്കാത്ത രീതിയിലല്ലേ ചെയ്യുന്നത്? അതെ, ഇതിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒരു വി ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വേറെ ഹെയർ സ്റ്റൈലിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് മേലിലേക്ക് വെക്കുകയും ചെയ്യാൻ പറ്റും അല്ലേ? എന്തായി ചേച്ചി? ഒന്നും കാണുന്നില്ല. ഇതിപ്പോ നമ്മളൊന്ന് അയൺ ചെയ്തിട്ടാൽ ഇതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇത് കിട്ടുള്ളൂ. ഓക്കെ, നമ്മളിത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒരു അയണർ വെച്ചിട്ട് അയൺ ചെയ്ത് കൊടുക്കണം. ഒന്ന് അയൺ ചെയ്ത് ഒന്നിങ്ങനെ ബെൻഡ് ചെയ്തിട്ടാൽ മാത്രമേ അതിൻ്റെ കംപ്ലീറ്റ് ഫിനിഷ് വരുള്ളൂ. നമ്മളിതൊന്ന് അയൺ ചെയ്ത് ബെൻഡ് ചെയ്തിടുവാണ്. ഫൈനൽ സ്റ്റേജ് ആയോ ചേച്ചി? അതായത് ഫൈനൽ സ്റ്റേജ് ഇതാണ്. ഇതിപ്പോൾ കളേർഡ് ഹെയർ ആയതുകൊണ്ട് ഇത് കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ട് ഇരിക്കുവാണ് ഫേസിൽ. യെല്ലോ ഓൾറെഡി കളേർഡ് അല്ലേ? ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ബാങ്ക്സ് കട്ട് ചെയ്താൽ ഇങ്ങനെയായിരിക്കും വരുന്നത് അല്ലേ?
ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ലിസി ചേച്ചിക്കുള്ളതാണ്. ചേച്ചി താങ്ക് യു സോ മച്ച്. സോ നിങ്ങളും ഇതുപോലുള്ള ഡിഫറെൻറ്റ് ഹെയർ സ്റ്റൈൽസ് നിങ്ങളും പരീക്ഷിക്കുക, വെറൈറ്റീസ് ഒക്കെ നിങ്ങളും ട്രൈ ചെയ്ത് എന്നെ പോലെ ഇരിക്കുക. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ ഈ ഒരു ബ്യൂട്ടി സെഗ്മെന്റ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ബൈ.